ഹലോ, ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണിത്. നമ്മുടെ ചാനലിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇടുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആൻഡ് ബുദ്ധിമുട്ട്, ഉള്ളിൽ സങ്കടമൊക്കെ തിങ്ങിയിട്ട് ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ചൊരു വീഡിയോ ആണ് ഇത്. വീഡിയോ എടുക്കുക എന്നുള്ളതിനുപരിയായിട്ട് എൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കൊന്ന് പറയാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം ബസ്സിലുണ്ടായ ഒരു ഇഷ്യൂ. ഒരു മഹതി വീഡിയോ എടുക്കുന്നു, അതിലൊരാളെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ അതാണ് ഇവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പം അതിൽ ഈ മനുഷ്യൻ ഇവരുടെ അടുത്ത് അപമര്യാദയായിട്ട് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ അവർ ആത്മഹത്യ ചെയ്തു. ഈ അദ്ദേഹം കുറ്റം ആരോപിച്ചിട്ടുള്ള ആൾ ആത്മഹത്യ ചെയ്തു. എനിക്ക് ഇവരറിയില്ല, ഇദ്ദേഹത്തിന് അറിയില്ല, ഇദ്ദേഹത്തിൻ്റെ ഫാമിലീനെ അറിയില്ല. പക്ഷേ ഭയങ്കര പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്യുന്നു. ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടു. ഇന്നലെ എനിക്കങ്ങനെ തോന്നിയില്ല. ആക്ച്വലി 2 ദിവസം മുന്നേ ഈ ഒരു ഇഷ്യൂവിന് മുന്നേ വേറൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്സ കെ ഷാജിയോ അങ്ങനെ എന്തോ ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ ബ്ലർ ചെയ്തിട്ട് ഒരാളുടെ വീഡിയോ എടുത്ത്, അതിലും ഞാൻ അങ്ങനെ ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ ഒന്നും കണ്ടില്ല, ഇത് വെറുതെ എടുക്കുന്നതാണ്, റീച്ചിന് വേണ്ടി എടുത്ത വീഡിയോ ആണെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഇത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മെയിനായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരുപാട് പേര് ഇതിനെ റിയാക്ട് ചെയ്ത് ഉള്ള വീഡിയോ കണ്ടു. ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നതിന് മുൻപും ഇദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട്, അതായത് ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ അത് ഇവർ റീച്ചിന് വേണ്ടിയിട്ടൊരു ചെയ്തതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്ത ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. ഇന്നലെ ആക്ച്വലി സൂയിസൈഡ് ചെയ്തു എന്ന് ഇന്നലത്തെ ഈവനിങ് ന്യൂസിൽ എന്താണെന്നാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞ സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി, ഉള്ളിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ബിക്കോസ് എനിക്ക് അച്ഛനുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സൊസൈറ്റിയിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളായിട്ടല്ലേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കത് സങ്കടം ഉണ്ടാക്കി. ആൻഡ് ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു, ഇവരുടെ അമ്മ കരയുന്നത്. എനിക്കത് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് കരയുക. അപ്പോൾ ഈ അമ്മ ഓരോന്ന് പറയുന്നത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. എന്തിനാ നീ ഇങ്ങനെ ചെയ്ത, എൻ്റെ മുത്തിൻ്റെ മുഖം ആകെ മാറിപ്പോയല്ലോ പറഞ്ഞിട്ട്. നമുക്ക് മനുഷ്യത്തുള്ള ആർക്കും അത് കണ്ടിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ വീഡിയോ ആണ്. അമ്മ കിടന്ന് കരച്ചിലാണ്. അതാണ് ആ വീഡിയോ ആണ് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുക എന്നുള്ളതിൻ്റെ മൂല കാരണം. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ കുറേ കരഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ അവനെ വിളിച്ചു, സംസാരിച്ചു. സത്യത്തിൽ ഞാൻ പറഞ്ഞുതരാം, ആ ഒരു വീഡിയോ ഇവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെടുത്തിട്ടുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ചോറുണ്ടെന്ന് ആർക്കും, തലയ്ക്കകത്ത് ഇത്തിരി താമസമുള്ള ആർക്കും മനസ്സിലാവും, ആൾതാമസമുള്ള ആർക്കും മനസ്സിലാവും. അതിൽ ഈ പെൺകുട്ടി ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിച്ചിട്ടുള്ള പോലത്തുള്ള ഒരു പ്രശ്നവും ആ വീഡിയോയിലില്ല. ആൻഡ് ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്തൊരു ഇങ്ങനെ ഒരാൾ നിൽക്കുകയാണ്, നിൽക്കുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞ് നിൽക്കുന്നു, എങ്ങനെയോ ഒരാൾ നിൽക്കുകയാണ്. ഇവരുടെ കൈ എന്നെ തട്ടുന്നുണ്ട്, അതെനിക്ക് അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാക്കുന്നുണ്ട്, എനിക്കൊരു ഡിസ്കംഫേർട്ട് അതുകൊണ്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ മാറി നിൽക്കും. ഒരിക്കലും ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കില്ല, അങ്ങനെ ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിൽ. ഇത് നാം വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ട്. ഈ പെൺകുട്ടി മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മാറി നിൽക്കുകയാണ്, അടുത്തേക്ക് മാറി നിൽക്കുകയാണ്. ആൻഡ് ആ വീഡിയോയിൽ ഭയങ്കരമായിട്ട് എവിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. ഈ ബാഗ് നമ്മൾ ആദ്യത്തെ ക്ലിപ്പിൽ കാണുന്നുണ്ട്. രണ്ടാമത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ ബാഗ് പൊക്കുന്നതാണ്, 2 കൈ കൊണ്ടും ബാഗ് പൊക്കുന്നതാണ് ആ വീഡിയോ. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇനി കാണുകയാണെങ്കിൽ സൂക്ഷിച്ചാൽ മനസ്സിലാവും. ബാഗാണ് പൊക്കുന്നത്, അങ്ങനെ കൈ തട്ടുന്നതാണ്. അങ്ങനെ ഒരു പ്രാവശ്യം മുട്ടിങ്ങനെ പൊന്തുമ്പോഴും ഈ പെൺകുട്ടി പിന്നെയും ഇയാളുടെ സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ട് ഇദ്ദേഹം ഇവളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപമര്യാദയായിട്ട് പെരുമാറി എന്ന് എങ്ങനെയാണ് പറയാൻ തോന്നണേ? ഞാൻ ആ കുട്ടിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി, ഇപ്പം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അതിലെഴുതിയിട്ടുണ്ട് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന്. ഇവരുടെ അടുത്ത്
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരെ പോലുള്ളവരുടെ അടുത്ത് തെറാപ്പിക്കൊക്കെ പോകുന്നവരുടെ അവസ്ഥ. ആൻഡ് ഈ വീഡിയോ പങ്കെടുത്തതിന് ശേഷം ഇവർ എക്സ്പ്ലനേഷൻ വീഡിയോ എന്നും പറഞ്ഞിട്ട് വേറൊരു വീഡിയോ എടുക്കും. ഇത് റീച്ചിന് വേണ്ടിയിട്ടോ ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ടോ അല്ല, ഇദ്ദേഹത്തിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിന് ആളുകൾ കൈകാര്യം ചെയ്യണം, ചോദ്യം ചെയ്യണം. എനിക്കറിയില്ല, ആർക്കും മനസ്സിലാവുന്നൊരു വീഡിയോ ആണ്. എന്തിനാണ് ഇങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ഓരോന്ന് ചെയ്യുന്നത്? ഇപ്പം ഞാനങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ എന്നോടും പറയാറില്ല, എൻ്റെ ചുറ്റുമുള്ള ആളുകളോടും പറയാറില്ല. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്നൊരു റൂളാണ്. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എനിക്കൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ബാക്കി ഉള്ള ഒരാളെ ഞാൻ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും, അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഒന്നും ശാശ്വതമല്ല. നിങ്ങൾക്കത് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്കത് നിൽക്കില്ല. അതങ്ങനെ കയ്യിൽ നിൽക്കാൻ യൂണിവേഴ്സ് സമ്മതിക്കത്തില്ല. ഞാൻ പേഴ്സണലി ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസുകൾ ഒരുപാട് കൺസ്യൂം ചെയ്യാത്ത ആളാണ്. കാരണം എന്നെ അത് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നും. പിന്നെ ഞാൻ ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കും. പക്ഷേ ഇതെന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇപ്പം സമയം 3:30 മണിയായി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്കിത് ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടേൻ്റെ ഇങ്ങോട്ട് ഇറങ്ങണില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ആൻഡ് ഞാനീ പറഞ്ഞ പോലെ എനിക്കും അച്ഛനുണ്ട്, അനിയനുണ്ട്, ആൺ സുഹൃത്തുക്കളുണ്ട്, ഭാവിയിലൊരു ഭർത്താവ് ഉണ്ടാവും, എനിക്ക് ചിലപ്പോൾ ആൺകുട്ടികളുണ്ടാവും. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വരും അഖിൽ മാരാറൊക്കെ ഇവിടെ മെൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ സമയത്ത് കുറേ പേരെ എന്നെ ചിരിച്ചു തള്ളി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആണുങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അവരെവിടെ പോവും, അല്ലെങ്കിൽ എന്താ അവർ ചെയ്യുക? ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ കുറേ പേര് വീഡിയോ ചെയ്യുന്ന കണ്ടു. എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോയത്? അത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ, ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പറഞ്ഞു. എന്നാലും എന്തിനാ ജീവൻ എടുക്കാൻ പോയത്? എന്തെങ്കിലും ഫൈറ്റ് ചെയ്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ എത്ര പേര് കൂടെ നിന്നേനെ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കിട്ടുന്നതിൻ്റെ ഒരു 20% സപ്പോർട്ടൊക്കെ അപ്പം കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തേനെ? ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിയമവും ന്യായവും വിധിയും എല്ലാം. അത് നല്ലതാണ്, ഒരു പരിധി വരെ അത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഒരുപാട് പേര് അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമാനിറ്റി എന്നുള്ള സാധനമാണ് എപ്പോഴും സെൻറ്ററിൽ നിൽക്കേണ്ടത്. ജെൻഡർ കാര്യങ്ങൾ എപ്പോഴും അതിനെ സറൗണ്ട് ചെയ്തിട്ട് വേണം നിൽക്കാനായിട്ട്. ഹ്യൂമാനിറ്റി ആയിരിക്കണം എപ്പോഴും നടുക്ക് നിൽക്കേണ്ടത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ എനിക്കറിയില്ല, നടപടി എടുക്കല്ലാണ്ട് ഇതിന് എന്താ ചെയ്യാൻ പറ്റുക? ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചതുകൊണ്ട് ഇതിനെതിരെ നടപടി എടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ നടപടി എടുക്കേണ്ട കാര്യമാണത്. എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ അച്ഛനും എൻ്റെ അനിയനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമാണ് ഇതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഇതിലും ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും എല്ലാം. ഇപ്പോൾ എന്താണ് ഒരു ആൺ ആയിട്ടുള്ള ജനിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെയൊരു ഫാൾസ് അക്യൂസേഷൻ നേരിടുമ്പോൾ എന്താ ചെയ്യേണ്ടത് അവർ? അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം നല്ലതാണ്. പക്ഷേ ഇവിടെ പുരുഷന്മാരും ഉണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടും ഇവർക്കും ജീവിക്കണം, ഇവർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ ഫെമിനിസം എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലത്ത് ഫെമിനിസം എന്നുള്ളത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പോലും. നാളെ ഒരാണ് വെറുതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് പോകുമ്പോൾ ഇവൻ എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കും. ആൻഡ് ഇത് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ എന്തോരം നടക്കണം, അല്ലെങ്കിൽ എന്തോരം ആളുകളെ കാണണം, എവിടെയൊക്കെ കയറി ഇറങ്ങണം. ഇത് തിരിച്ചാണെങ്കിലോ, ഈ പെൺകുട്ടി ആൺകുട്ടിയാണ് വിളിച്ചു പറയുന്നത് എന്നെ ഈ സ്ത്രീ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഈ സ്ത്രീ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പോഴും ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കും. അപ്പോഴും ഇവനിങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്ന് പ്രൂവ് ചെയ്യാനും ഇവൻ പിന്നെയും കുറേ നടക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, മെൻസ് കമ്മീഷൻ വരണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ മിക്സ്ഡ് ആയിട്ടുള്ള കമൻസ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന്.
പക്ഷേ ഈ ഇടയ്ക്ക് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടു, അതിൽ ഫുൾ കമൻസ് പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് എനിക്കറിയില്ല. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം, നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. ഒരു ഇൻസ്റ്റയിലൊരു ചാനൽ പെരിങ്ങോടൂർ സിറ്റിന്നോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല. അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അവരുടെ ഭാര്യയ്ക്ക് ഇതേപോലെ ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായപ്പം അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാ അക്കൗണ്ടാണ്. അവർക്ക് വേണമെങ്കിൽ അത് എടുക്കായിരുന്നു, റീച്ച് കൂട്ടായിരുന്നു, അവർക്ക് ഈ ചെയ്ത ആൾക്കെതിരെ ആളുകളെ കൊണ്ടുവരായിരുന്നു, എന്തൊക്കെ ചെയ്യായിരുന്നു. അവരിങ്ങനൊരു ഇഷ്യൂ, ഈ ബസ്സിലെ ഇഷ്യൂ നടന്നപ്പോൾ ഇങ്ങനെ ഈ പുള്ളി ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് അറിഞ്ഞതിന് ശേഷമാണ് ആ കാര്യം പോലും അറിയുന്നത്. അങ്ങനെ എത്ര മനോഹരമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ ജീവിതം നശിപ്പിക്കുക? എന്തായാലും ഇതിനെതിരെ നടപടിയെടുക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര, അങ്ങനെ നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ നടക്കണേ? എങ്ങനെയാണ് ഒരാൾ പേടിയില്ലാണ്ട് ഈ സമൂഹത്തിലൂടെ നടക്കുക? എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അണ്ടറിൽ വരുമായിരിക്കും. പിന്നെ ഈ കുട്ടി വീഡിയോ എടുത്തിട്ടത് കൊണ്ട് ചിലപ്പോൾ സൈബറിൻ്റെ അണ്ടറിൽ വരുമായിരിക്കും. എന്തിൻ്റെ അണ്ടറിൽ വരുവാണെങ്കിലും ദയവ് ചെയ്തിട്ട് ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആ പെൺകുട്ടിക്കെതിരായിട്ട് നടപടി എടുക്കണം. ആ മനുഷ്യന് ഇനി എന്തൊക്കെ നീതി നടപ്പിലാക്കി അല്ലെങ്കിൽ എന്തൊക്കെ ശിക്ഷ ഈ പെൺകുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും ആ മനുഷ്യൻ്റെ ജീവൻ്റെ അത്രയൊന്നും വില ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇപ്പോൾ കടന്നു പോകുന്നതിന് പകരാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് എന്തൊക്കെ ആലോചിച്ചിട്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുക. കുറേ പേര് എന്തിനാ ആത്മഹത്യ ചെയ്തത്, ഫൈറ്റ് ചെയ്തുകൂടായിരുന്നോ? അയാൾക്കറിയാം അയാളുടെ കൂടെ ആരും നിൽക്കില്ല. അവരുടെ ഒരു മാനസികാവസ്ഥ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അവരുടെ ആത്മാവിന് ഞാൻ സമാധാനമായിട്ടിരിക്കാൻ പറ്റട്ടെ, നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് കുടുംബത്തിന് എനിക്കറിയില്ല താങ്ങാനുള്ള ശക്തി ഉണ്ടാവും എന്നൊന്നും എനിക്ക്, പക്ഷെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനോ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. എന്തായാലും നടപടി ഉണ്ടാവട്ടെ. നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതിലും ഭയങ്കര കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്കായിരിക്കും, നിങ്ങളുടെ വീട്ടുകാർക്കായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ഒന്ന് പറയണം എന്ന് തോന്നി. താങ്ക് യു.